പുരുവംശത്തിലെ ഒരു രാജാവാകുന്നു സോമകൻ. ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനവർ ജന്തു എന്ന് നാമകരണം നൽകി. എന്നാൽ ആ കുഞ്ഞ് മറ്റ് രാജപത്നികൾക്കും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ ആയിരുന്നു. ആ കുഞ്ഞൊരിക്കൽ കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കരയുക ഉണ്ടായി. ആ വേള ആ 100 അമ്മമാരും പരിഭ്രാന്തരായി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇത് കണ്ട് രാജാവ് ചിന്തിച്ചു, 100 പത്നികൾക്ക് മക്കൾ വേണം, അല്ലാതെ ഒരുവൾക്ക് മാത്രമായി സന്താനം വേണ്ട എന്ന്. അതുകൊണ്ട് തന്നെ രാജഗുരുവിനോട് അഭിപ്രായം ആരാഞ്ഞു. രാജാവിനോട് ഗുരു പറഞ്ഞു, കുഞ്ഞിനെ യാഗത്തിൽ ഹോമിക്കുവാൻ. തൽഫലമായി 100 രാജ്ഞികൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന്. കുഞ്ഞിനെ രാജാവ് കരസ്ഥമാക്കുകയും ഹോമത്തിൽ അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആ രാജ്ഞിമാർക്ക് 100 പേർക്കും സന്തതികൾ ഉണ്ടാവുകയും ഉണ്ടായി എന്ന് മഹാഭാരതം വനപർവം പറയുന്നു.